കാടാമ്പുഴ, ഗുരുവായൂർ, തിരുനാവായ ഇതൊക്കെ ചെറുപ്പത്തിൽ എപ്പോഴും പോയിരുന്ന അമ്പലങ്ങളാണ് കേട്ടോ. അന്നൊക്കെ എപ്പോഴും അമ്പലത്തിൽ പോവും. പ്രാർത്ഥിക്കാൻ വളരെ കുറച്ച് കാര്യങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് ടീച്ചർ ലീവാവണേ, എൻ്റെ പരീക്ഷ പേപ്പർ മാത്രം ടീച്ചറുടെ കയ്യിൽ നിന്ന് മിസ്സായി പോണേ, ഫ്രണ്ട്സൊക്കെ എൻ്റെ അടുത്ത് മിണ്ടണേ, അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെ. വലുതായപ്പോൾ പ്രാർത്ഥിക്കാൻ ഇഷ്ടം പോലെ കാര്യങ്ങളായി. പക്ഷേ അമ്പലത്തിൽ പോക്ക് തീരെ കുറഞ്ഞു. അങ്ങനെ തിരുനാവായ എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പുഴ കേട്ടോ, ഭാരതപ്പുഴ. എന്തോ ചെറുപ്പം തൊട്ടേ ഭാരതപ്പുഴയോട് ഒരു പ്രത്യേക ഇഷ്ടമാണ്. അന്നൊന്നും ഇളാനദി എന്നൊന്നും പേരറിയില്ല, ഭാരതപ്പുഴ അത്രേ അറിയുള്ളൂ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളത് തിരുനാവായൊക്കെ പോകുമ്പോൾ ഭാരതപ്പുഴ കാണുമല്ലോ. അങ്ങനെ ആ ഭാരതപ്പുഴയുടെ തീരത്ത്, അതായത് തിരുനാവായയിൽ ഒരു കുംഭമേള എന്ന് കേട്ടപ്പോൾ ഒന്ന് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നേ. അപ്പോൾ കുറേ ദിവസം പോയില്ല. എല്ലാവരും പറഞ്ഞു നല്ല തിരക്കാണ്, പോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോയില്ല. അങ്ങനെ തീരണേൻ്റെ ഒരു 2 ദിവസം മുമ്പേ, ഞായറാഴ്ചയായിരുന്നു കേട്ടോ, നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോയി. അവിടെ എങ്ങനെയൊക്കെയോ ഞങ്ങൾ എത്തിപ്പെട്ടു എന്ന് പറയണമായിരിക്കും ശരി. നല്ല തിരക്കും ഉണ്ടായിരുന്നു, പാർക്കിംഗ് ഒന്നും ഇല്ലാണ്ട് മോനെ അവിടെ കൊണ്ട് വിട്ടിട്ട് അവർ പോയി. അപ്പം ഞങ്ങളിങ്ങനെ നടന്നു കേട്ടോ. നടന്നിട്ട് ആ തിരക്കിനിടയിൽ കൂടെ നടന്ന് ദൂരെ അതിൻ്റെ സ്ഥലമൊക്കെ കണ്ടു, എവിടെയാണ് ഈ മാഘമഹോത്സവം നടക്കണമെന്നും ഒക്കെ കണ്ടു. അത് കഴിഞ്ഞിട്ട് ഈ കരയിൽ തവനൂർ ഭാഗത്ത് ചെറുതായിട്ടൊരു ആരതി ഉണ്ടായിരുന്നേ, നീളാരതി. അപ്പോൾ അതും കണ്ടിട്ട് നല്ല രസമായിരുന്നേ. ദീപങ്ങളൊക്കെ കൊണ്ട് ആരതി, അതുപോലെ തന്നെ ധൂപാരതി എന്ന് പറഞ്ഞ്, അപ്പോൾ ഈ ഹനുമാൻ ചാലീസയും അതുപോലെ തന്നെ ഗംഗാദേവിയുടെ പാട്ടുകളൊക്കെ വെച്ചിട്ട് ആകെ നല്ലൊരു ഭയങ്കര വൈബായിരുന്നേ. അപ്പോൾ നല്ല തിരക്കായിരുന്നുകൊണ്ട് അധികം അടുത്തൊന്നും കാണാൻ പറ്റിയില്ല. എന്നാലും സംഭവങ്ങളൊക്കെ കണ്ടു, നല്ല രസമായിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് അതിന് മുമ്പേ ഒരു ദിവസം പോയിരുന്നെങ്കിൽ നന്നായിട്ട് കാണാമല്ലോ എന്നുള്ളൊരു സങ്കടവും തോന്നി. പിന്നെ ഞങ്ങളുടെ കയ്യിലൊക്കെ ഒരു ആരതി ഒഴിയാൻ വേണ്ടി ഒരു വിളക്കും തന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളതും കണ്ടു, കേരള കുംഭമേള.